ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കാപ്പിടാൻ പോവുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാപ്പിടുന്നതും കാവടി എടുക്കുന്നതും ഉത്സവ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കാവടി എടുക്കുന്നുണ്ട്, വ്രതമുണ്ട്. അപ്പോൾ മിച്ചുവിന് കുട്ടി കാവടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പൂജിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അത് റെസിപ്റ്റ് പോറ്റിടയിൽ കൊടുത്ത് പൂജിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ പൂജിച്ച കാപ്പെല്ലാം വാങ്ങിയിട്ട് നേരെ പുറത്തിറങ്ങി ചുറ്റമ്പലം പ്രാർത്ഥിച്ചിട്ട് കാപ്പിടാൻ പോവുകയാണ് കേട്ടോ. ഈ ഉത്സവ സമയത്ത് അമ്പലങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേരെ ചേച്ചിയാണ് എനിക്ക് കാപ്പിട്ട് തന്നത്. എല്ലാവരും കാപ്പിട്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി, നല്ല വെയിലായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചി അവിടെ എത്തിയപ്പോഴത്തേക്കും ചേച്ചി മിച്ചുവിന് ഫസ്റ്റത്തെ ഭിക്ഷയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കത്തി അടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ റോക്കറ്റ് താര കുത്തനെ കാണാന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കുകയാണ്. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടെ അന്നദാനത്തിന് പോയ സമയത്ത് മിച്ചുവിനെ ഞാൻ നോക്കിയിട്ട് അവിടെ കുറച്ച് സംസാരമൊക്കെ ആയിരുന്നു ഞങ്ങൾ. എന്നിട്ട് ചേച്ചിക്ക് ഇത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൃദ്ധമുണ്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്ന്. ബൈ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കാപ്പിടാൻ പോവുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാപ്പിടുന്നതും കാവടി എടുക്കുന്നതും ഉത്സവ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കാവടി എടുക്കുന്നുണ്ട്, വ്രതമുണ്ട്. അപ്പോൾ മിച്ചുവിന് കുട്ടി കാവടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പൂജിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അത് റെസിപ്റ്റ് പോറ്റിടയിൽ കൊടുത്ത് പൂജിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ പൂജിച്ച കാപ്പെല്ലാം വാങ്ങിയിട്ട് നേരെ പുറത്തിറങ്ങി ചുറ്റമ്പലം പ്രാർത്ഥിച്ചിട്ട് കാപ്പിടാൻ പോവുകയാണ് കേട്ടോ. ഈ ഉത്സവ സമയത്ത് അമ്പലങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേരെ ചേച്ചിയാണ് എനിക്ക് കാപ്പിട്ട് തന്നത്. എല്ലാവരും കാപ്പിട്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി, നല്ല വെയിലായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചി അവിടെ എത്തിയപ്പോഴത്തേക്കും ചേച്ചി മിച്ചുവിന് ഫസ്റ്റത്തെ ഭിക്ഷയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കത്തി അടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ റോക്കറ്റ് താര കുത്തനെ കാണാന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കുകയാണ്. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടെ അന്നദാനത്തിന് പോയ സമയത്ത് മിച്ചുവിനെ ഞാൻ നോക്കിയിട്ട് അവിടെ കുറച്ച് സംസാരമൊക്കെ ആയിരുന്നു ഞങ്ങൾ. എന്നിട്ട് ചേച്ചിക്ക് ഇത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൃദ്ധമുണ്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്ന്. ബൈ.